ഒരു പണം മുടക്കുമില്ലാതെ, അധ്വാനവുമില്ലാതെ എത്ര വലിയ പാപവും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണത്താൽ ദൈവം ക്ഷമിച്ചു കൊടുക്കുന്നു. ഈ പാപമോചനം നമുക്ക് ലഭിക്കുവാനുള്ള വ്യവസ്ഥ വിശുദ്ധ ബൈബിൾ പറയുന്നത് അവനിൽ വിശ്വസിക്കുന്ന ഏവനും എന്നതാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കാണ് പാപമോചനം ലഭിക്കുന്നത്. എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി കർത്താവായ യേശുക്രിസ്തു കാൽവരിയിലെ ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. അവനിലുള്ള ആശ്രയമാണ് യഥാർത്ഥത്തിൽ ഈ വിശ്വാസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. യേശുവിൽ മാത്രം രക്ഷയ്ക്കായി ആശ്രയിക്കുക, മറ്റൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. മറ്റെന്തെങ്കിലും ഇതിനോട് കൂട്ടിച്ചേർക്കുന്നുവെങ്കിൽ യേശുവിൻ്റെ ബലിമരണം പാപമോചനത്തിന് പര്യാപ്തമല്ലെന്നോ അത് ഞാൻ അംഗീകരിക്കുന്നില്ല എന്നോ ആണ് അതിൻ്റെ അർത്ഥം. കർത്താവായ യേശു ക്രിസ്തുവിൽ വ്യക്തിപരമായി വിശ്വസിക്കുന്നവർക്ക് സൗജന്യമായി ദൈവം പാപമോചനം നൽകുന്നു. വിശ്വസിക്കുക മാത്രം ചെയ്യുക.